നമസ്കാരം എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ നാടനായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ചക്കക്കുരുവും മാങ്ങയും പിന്നീട് മുരിങ്ങയ്ക്കായുള്ളൊരു കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ ഒരല്പം മേമ്പൊടിയായിട്ട് ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് ഉണക്ക കൊഞ്ചും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പറയണോ പൂരം, എന്തൊരു ടേസ്റ്റുള്ള കറിയാണെന്നറിയാമോ. സത്യം പറഞ്ഞാൽ ഈ കറി വെച്ചാൽ പിന്നീട് വേറൊരു തോരനോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് സമൃദ്ധമായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ വളരെ തനി നാടനായിട്ടുള്ള കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരുവാണ്. അങ്ങനെ ഫ്രഷ് വേണമെന്നൊന്നും നിർബന്ധമില്ല. കുറച്ച് നീരൊക്കെ ഉള്ള ചക്കക്കുരു ആയാലും കുഴപ്പമില്ല. ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്കിനി ഈ ചക്കക്കുരു ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ വിസിൽ കുക്കറിൽ കേൾപ്പിക്കാം. പക്ഷേ ഞാൻ ഇന്ന് അങ്ങനെയല്ല ഇത് കുക്ക് ചെയ്യുന്നത്. കുറച്ച് ചക്കക്കുരു ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒന്ന് ചതച്ചാണ് എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ അകത്തുള്ള എല്ലാ ഗുണഗണങ്ങളും നമ്മുടെ കറിയിലേക്ക് ഇറങ്ങും. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഈ കറിയിലെ പ്രധാന ഒരു താരമാണ് നമ്മുടെ ഈ മുരിങ്ങയ്ക്ക ചെറുതാണെങ്കിൽ നമുക്ക് 2 എണ്ണം ചേർക്കാം, വലിയതാണെങ്കിൽ 1 എണ്ണം മതിയാവും. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും അതിനില്ല. നമ്മുടെ ഒരു ഇഷ്ടം പോലൊക്കെ നമുക്ക് ചേർക്കാം. ഇനി ചേർക്കുന്നത് പച്ചമാങ്ങയാണ്. ഇതിപ്പോൾ 2 ചെറിയ മാങ്ങയാണ്. വീഡിയോയിൽ വലുതായിട്ട് തോന്നുന്നതേ ഉള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് തക്കാളി വെച്ചും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 3 ഐറ്റങ്ങളാണ് ചക്കക്കുരു, മാങ്ങ, മുരിങ്ങയ്ക്ക. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ഉണക്കക്കൊഞ്ച് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ കറിയിൽ ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള കൊഞ്ചാണ്. ഒരു പിടി കൊഞ്ച് മതിയാവും. ഇങ്ങനെ നല്ലതുപോലെ വൃത്തിയാക്കിയ കൊഞ്ച് നമ്മൾ കറിയിൽ ചേർക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. ഇത് 1 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. നമ്മുടെ കറിക്ക് അരപ്പിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ്. 2 മുതൽ 3 വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളിയാണ്. ഒരു 4 മുതൽ 5 വരെ മീഡിയം പീസുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഗ്യാസൊക്കെ ഇല്ലാതാകാൻ നല്ലതാണ്. ഇത് ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി നമുക്ക് ചേർക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൂട്ട് നമുക്ക് ഒരു മിക്സിയിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നേരത്തെ ചതച്ച് വെച്ച നമ്മുടെ ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയ്ക്കായും മാങ്ങയുടെ പുളിയൊക്കെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തോണം. ഭയങ്കര പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതനുസരിച്ച് നമുക്കൊന്ന് കുറച്ചെടുക്കാം. ഇനി മാങ്ങ നേരത്തെ പറഞ്ഞതുപോലെ കയ്യിലില്ലാത്തവരാണെങ്കിൽ തക്കാളി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളുടെ മുകളിലായിട്ട് നിൽക്കത്തക്കവണ്ണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഒരു 10 മിനിറ്റോളം ഒക്കെ ഏകദേശം വേണ്ടി വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തിളയ്ക്കുന്നത് കാണാം. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമുക്കിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ റെഡി ആയതിന് ശേഷം നമ്മൾക്കൊന്ന് രുചി നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു വെന്തോ എന്ന് നമുക്ക് ഈ അവസരത്തിലൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഒന്ന് നോക്കുവാണ്. പക്ഷേ ചക്കക്കുരു വെന്തിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചക്കക്കുരു നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കക്കൊഞ്ചാണ് നമ്മൾ ചേർക്കുന്നത്. പാനിൽ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഒരു 4-5 എണ്ണം നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളത് കൈ കൊണ്ട് ഒന്ന് പൊടിച്ച് വെക്കാം. അപ്പോൾ ഈ പൊടിച്ച് വെച്ചിട്ട് നമുക്കിതിലോട്ട് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ആ കൊഞ്ചിൻ്റെ ടേസ്റ്റ് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ കൊഞ്ച് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ കൊഞ്ച് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ മിക്സ് മാത്രമാണ്. അതും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തിളയ്ക്കാൻ പാടില്ല, പക്ഷെ നല്ലതുപോലെ കറി ചൂടാവുകയും വേണം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് നല്ലതുപോലെ കൈമാറാതെ ഇളക്കിയിട്ടുണ്ട്. കറിയിൽ നിന്ന് നല്ല ആവി വരുന്നത് കാണാം നമുക്ക്. ഇനി നമ്മളിതൊന്ന് കടുവറുത്തെടുക്കാനാണ് പോകുന്നത്.
നല്ലതുപോലെ കടുവറുത്ത് ചേർക്കുന്നത് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തരും. അതുകൊണ്ട് ചുമന്നുള്ളി അത്ര പിശുക്കൊന്നും വേണ്ട, ഒരു 3-4 അധികം ഇട്ട് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ മുരിച്ച് കറിയിലോട്ട് ചേർക്കുന്നത് കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ നാടൻ കറി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ